ആ കാര്യങ്ങൾ CIC അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നം തീരും. ബഹുമാനപ്പെട്ട തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ആ തീരുമാനമെടുത്തതിന് ശേഷം പറഞ്ഞു, ഈ വിഷയം CICയോട് ഞാൻ അംഗീകരിപ്പിച്ച് തരാം, എന്നിട്ട് നമ്മൾ പ്രശ്നമൊക്കെ തീർക്കാമെന്ന് പറഞ്ഞു. അഥവാ CIC എങ്ങാനും അത് അംഗീകരിക്കാതെ ധിക്കരിക്കുകയാണെങ്കിൽ പാണക്കാട്ടെ കുട്ടികൾ അതിൻ്റെ തലപ്പത്തുണ്ടാവില്ല എന്ന് പറഞ്ഞതാ. ചോദിച്ചു നോക്കി. അതും കുറെ മാസങ്ങൾ കഴിഞ്ഞു. ഒരു തീരുമാനം അത് അംഗീകരിച്ചതായിട്ടില്ല. അംഗീകരിക്കുന്നതിന് പകരം അവരൊരു കത്ത് തന്നിട്ടുണ്ട്. ശരിയാ. അതിലൊന്നാമത് പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കണം എന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ഭരണഘടനയൊക്കെ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത് അതൊക്കെ വെട്ടിത്തിരുത്തിയിട്ട് അവർ സമസ്തനൊക്കെ ഔട്ടാക്കിയില്ല. അപ്പൊ നമ്മളെ നിബന്ധന 9 നിബന്ധനയിൽ ഒന്നാമത്തത് അതിനെ അംഗീകരിക്കണം എന്നാണ്. അതിന് മറുപടി തന്നതിൽ അങ്ങനെ 9 കാര്യങ്ങൾ പറഞ്ഞു, 9 അല്ല 10 11 കാര്യങ്ങൾ പറഞ്ഞതിന് 9 കാര്യം അവർ എഴുതിയതാണ്. അതിന് ഒന്നാമത്തേന് ഒരു മറുപടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ അംഗീകരിക്കുന്നതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. സമസ്തനെ അംഗീകരിക്കുന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അപ്പൊ സമസ്തനോൻ അംഗീകരിക്കാൻ തയ്യാറില്ല, സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന, അതിനെ ഏൽപ്പിക്കാരും അംഗീകരിക്കണ്ടല്ലോ അല്ലേ? പോലും നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്നു എന്നല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് വരുന്നത് സമസ്തയാണ്. സമസ്തയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ സമസ്തയെ അംഗീകരിക്കുന്നു. നേരത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നതുമാണ്. നേരത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന അത് തിരിച്ചെടുക്കണം എന്ന് പറയുന്നുള്ളൂ. അതിന് പകരം അവർ പറയാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ 9 എണ്ണത്തിനും ഒരു നമ്മളൊക്കെ കൊച്ചാക്കുന്ന ഒരു മറുപടിയാണ് ഉണ്ടാക്കിയതിൽ തന്നത്. അതിനുശേഷവും മധ്യസ്ഥന്മാരെ ബന്ധപ്പെട്ടപ്പോഴും അങ്ങനെ ഇനിയും ചർച്ച ചെയ്യാമെന്ന് നീട്ടിപ്പോവുകയാണ്. ആ ഇടക്കാണ് പുറത്ത് നിർത്തിയ ഹക്കീം ഫൈസൽ അകത്തേക്കാക്കിയത്. അപ്പൊ അതിന്റെ ഫലം എന്താ? നേരത്തെ സമസ്ത തീരുമാനിച്ചത് ഹക്കീം ഫൈസൽ നേതൃത്വം കൊടുക്കുന്നതോ ബന്ധപ്പെട്ടതോ ആയിരിക്കുന്ന സ്ഥാപനങ്ങളുമായി നമുക്ക് ബന്ധമില്ല, സമസ്തക്ക് ബന്ധമില്ലാണ്. അപ്പൊ ശരിയായില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വാഫി ഒഫിയൊക്കെ ബന്ധമില്ല എന്നല്ലേ? ഹക്കീം ഫൈസലാണല്ലോ നേതൃത്വം കൊടുക്കുന്നത്, സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തന്നെയാണ്. ഇതാണ് സമസ്ത ഇന്ന് തീരുമാനിച്ചൊരു തീരുമാനം. അതുപോലെ ജാമിയ നൂരിയ സമസ്തയുടെ നേരിട്ടുള്ള സ്ഥാപനമാണ്. ആ നേരിട്ടുള്ള സ്ഥാപനമാണെങ്കിലും അന്നേ പാണക്കാട് പോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പ്രസിഡന്റും പൂക്കോയ തങ്ങൾ സെക്രട്ടറി ആയിക്കൊണ്ട് പോരുന്ന ഒരു പാരമ്പര്യത്തിൽ തന്നെ ഇന്നും പാണക്കാട്ട് കുട്ടികൾ തന്നെയാണ് നേതൃത്വം വഹിക്കുന്നത്. ആർക്കും എതിർപ്പൊന്നുമില്ല. ഞാനടക്കൽ മെമ്പറാണ് ജാമിയ നൂരിയ. പക്ഷേ അവിടെ ഇന്നൊരു ക്ലാസ് എടുത്ത പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബിസത്തിന്റെ പിതാവ്, വഹാബി പ്രസ്ഥാനത്തിന്റെ പിതാവ്, അദ്ദേഹം രചിച്ച കിതാബ് തൗഹീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബ്, അതിലാണ് തുടങ്ങുന്നത് നമ്മുടെ തൗഹീദൊക്കെ. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമൊക്കെ തുടങ്ങുന്ന അവിടെ നിന്നാണ് മൂപ്പര് തുടങ്ങുന്നത്. നമ്മളതിന് മുമ്പേ വിശ്വസിച്ച് വരുന്നതാണ്. അതിലാണ് നമ്മളൊക്കെ മുശ്രിക്കുകളാക്കുന്ന പ്രസ്ഥാനം വിഷയമുള്ളത്. ആ കിതാബിനെ കാവ്യരൂപത്തിലാക്കി. അങ്ങനെയാണല്ലോ, കാവ്യരൂപത്തിലാക്കും. കുട്ടിയൊക്കെ പാടാനും കാണാതെ പഠിക്കാനും ഒക്കെ സുഖമാണ്. അങ്ങനെയാണ്. നമ്മൾ നഹ്വിന്റെ കിതാബുണ്ട് അൽഫിയ, അത് നമുക്ക് കുറെ ബെയ്ത്ത് കാണാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മസല നോക്കിയാൽ ആ ബെയ്ത്ത് ഇങ്ങോട്ട് ഓർമ്മ വരും. അങ്ങനെ കാവ്യരൂപത്തിലാക്കിയത് അദ്ദേഹത്തിന് അതിന്റെ മുഖവിൽ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ എളുപ്പമാകാനും മനപ്പാടാക്കാനും വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അങ്ങനെ വലിയ സേവനം ചെയ്ത ആളാണ് ആ പണ്ഡിതൻ. അദ്ദേഹം ഗൾഫിൽ ജോലിയായിരുന്നു, ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. ആ ഒരു മനുഷ്യന്റെ അഖീദ ശരിയല്ലല്ലോ. കാരണം വഹാബികളുടെ കിതാബ് കുട്ടികൾ പഠിക്കാൻ എളുപ്പമാക്കി കൊടുത്ത ഒരു സേവനമാണ് ആൾ ചെയ്തത്. ആ സേവനത്തിന്റെ വലുപ്പം ആലോചിച്ച് നോക്കി. ഇവിടെ കുട്ടികൾ സുന്നികളായി ജീവിക്കുന്ന കുട്ടികളൊക്കെ വഹാബിന്റെ പുസ്തകം മനഃപ്പാഠമാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കണം എന്നുള്ള നല്ലൊരു ഇഖ്ലാസിന്റെ ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തോട് ചെയ്ത ആ മനുഷ്യനെ ജാമിയ നൂരിയയിൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ആക്ഷേപം സമസ്തയിൽ വന്നിട്ടുണ്ട്. ശരിയാണ്. അത് നമ്മുടെ ജാമിയയിൽ ആ ക്ലാസ് പറ്റൂല എന്ന് തീരുമാനിച്ചു. അതാണ് രണ്ടാമത്തെ തീരുമാനം.
പിന്നെ കാലികമായ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ വഖഫ് ബിൽ മറ്റേ മദ്രസ ആരാധനാലയങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ. ആരാധനാലയങ്ങൾ ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു, പാർവതിന്റെ ഫർജ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറയും ചെയ്യാണ് സർവേ നടത്തണം. അതാണ് സ്ഥിതി. അങ്ങനെ ഇപ്പം വരും നമ്മളവിടെ ഒരു അജ്മീറിൽ വന്നില്ലേ, അജ്മീർ ഖാജ മുഈനുദ്ദീൻ തടുത്തോളം വിചാരിക്കും നമ്മളത്, മൂപ്പര് തടുക്കും. അപ്പൊ ഏതായാലും അങ്ങനെ ഓരോന്നും ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഇതിന് നേരത്തെ ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച ഒരു നിയമമുണ്ട്. 1991 നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ 1947 47 ആരാധനകൾ ആരുടെ കൈവശമാണോ അവർക്ക് തുടർന്ന് അത് വെക്കാം. അതിൽ പിന്നെ വേറെ ഒരു മാറ്റവും പാടില്ല എന്നൊരു നിയമമാണ് പാർലമെന്റ് പാസ്സാക്കിയത്. അത് നിയമമാണ്. 1947 ശേഷം പുതിയ ആരോപണം കൊണ്ടുവരുന്നതാണ്. ബാബരി പള്ളി കൊണ്ടുവന്നു, പൊളിച്ചു, അമ്പലാക്കി. അതിന് ചിലരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കാൻ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ആക്ഷേപിക്കുന്നില്ല, ഞാൻ ആരെ പറ്റിയും പറയുന്നില്ല. പിന്നെ എന്ന് വെച്ചാല് ഓരോ പള്ളി അങ്ങനെ വരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രമേയവും സമസ്ത ഇന്ന് തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടത്തിൽ നിന്ന് സമസ്തയും പറഞ്ഞിട്ടുണ്ട്. 1991 ആ നിയമം കർശനമായി നിലനിർത്തണം, പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ കക്ഷി ചേർന്നിട്ടുണ്ട്, കോടതിയിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു കൈത്താങ് ഫണ്ടുണ്ട്. നമ്മൾ ഒരുപാട് ചെലവുകൾ വിദ്യാഭ്യാസ ബോർഡ് എല്ലാ 2ാം ശനിയാഴ്ചയും കൂടും. അപ്പൊ നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പ്രവർത്തകര്, അതുപോലെ മുഅല്ലിമീങ്ങള്, സേവനം ചെയ്യുന്ന പണ്ഡിതന്മാര്, ഇവർക്കൊക്കെയുള്ള വിഷമങ്ങൾ, ചികിത്സ, വീടുണ്ടാക്കാൻ, കുട്ടികളെ കെട്ടിക്കാൻ തുടങ്ങിയ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഓരോ 2ാം ശനിയാഴ്ച ചെലവാണ് അപേക്ഷകൾ പരിഗണിച്ചിട്ട്. അതിന് നമ്മൾ കൊല്ലത്തിലൊരു മാസം, റമദാനിന് അടുപ്പിച്ചുള്ള ഒരു മാസത്തിൽ നമ്മളൊരു പിരിവെടുക്കും. കൈത്താങ് പദ്ധതി എന്നാണ് ഇതിന് പേര്. അത് വിജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരും രംഗത്തിറങ്ങണം. ഇതാണ് വിഷയം. നമുക്കൊരു പത്രം ഉണ്ടായിരുന്നില്ല. ആരാന്റെ പത്രത്തിൽ നമ്മൾ തൂങ്ങേണ്ടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ തന്നെ പല വാർത്തകളും വെളിച്ചം കാണാതെ പോയിരുന്നു. അത് നമുക്ക് സാധിച്ചു. അത് മറ്റുള്ള പത്രങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് മുന്നേറുന്നു. 8 എഡീഷനും ദുബായിലടക്കം അതിൻ്റെ എഡീഷൻ തുടങ്ങി അങ്ങനെ വിജയിച്ച് മുന്നേറുന്നുണ്ട്. അതിനെ മുടക്കാനൊക്കെ ചിലർ ശ്രമിച്ചെങ്കിലും അതൊന്നും മുടങ്ങാതെ എക്കാലത്തേക്കാളും ഓരോ കൊല്ലം വരുമ്പോഴും വരിക്കാർ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ കുത്തുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതിനെ കുത്തി അതില്ലാതാക്കണം. മാധ്യമം വളരുന്നതിൽ തിരക്കടില്ല. ജമാഅത്തെ ഇസ്ലാമിന്റെ നമ്മളെ പത്രം വളർന്നുകൂടാതാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾക്ക് ആരോടും വിരോധമൊന്നുമില്ല. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, മുസ്ലിം ലീഗിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ 90% അഹ്ലു സുന്നത്ത് സമസ്തയുടെ ആൾക്കാരാണ്. ആ നിലക്കാണ് ഇതുവരെ അത് കൊണ്ടുപോകുന്നത്. ആ നിലക്ക് തന്നെ തുടരണം. അതാണ് നമ്മൾ പറയുന്നുള്ളൂ. ലീഗ് നശിക്കണം നമ്മൾ പറയാം. ലീഗിന്റെ വിരുദ്ധ ശക്തികളൊന്നും സമസ്തയിലില്ല. എന്താ സ്ലീപ്പിങ്ങോ എന്താ പറഞ്ഞേ, സ്ലീപ്പിംഗ് സെല്ല് എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല സ്ലീപ്പിംഗ് സെല്ല് ഉറങ്ങണ സെല്ല് എന്നർത്ഥം. ഏതോ ആവട്ടെ. അപ്പൊ ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കുകയാണ്. എന്നാ സമസ്ത അങ്ങനെ ഒരു ആഹ്വാനമൊന്നും ആരോടും ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥിനെ നിർത്താറില്ല, തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പറയാറൊന്നുമില്ല. പിന്നെ നമ്മുടെ മനസ്സിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇവരിങ്ങനെ ചെയ്യുന്നല്ലോ. അപ്പൊ അതിന്റെ സെക്രട്ടറി സമസ്ത പ്രസിഡന്റിൽ ചീത്ത അറിയണം. നമുക്ക് വെറുപ്പുണ്ടാക്കൂലേ? വളരെ രണ്ടും ഒന്നിച്ചു പോകേണ്ട ഒരു സംഘടനയാകുമ്പം അതിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആള് ജിഫിരി തങ്ങളെ മോശാക്കി പറഞ്ഞു. സമസ്തയുടെ ആദർശത്തെ ഗണ്ണിച്ചുകൊണ്ട് ലീഗിന്റെ വേദി ഉപയോഗപ്പെടുത്തുന്നു പറയുമ്പോൾ നമുക്ക് ഇതില്ലേ, ഇത് നമ്മൾ പറയാൻ പാടില്ലേ? ഇത് നമ്മൾ പറഞ്ഞുകൂടെങ്കിൽ നമ്മളെന്ത് സമസ്തക്കാരനാ? സമസ്തന്റെ ഭരണഘടനയില് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമതായി പറയുന്നത് ഇതിനെ പ്രതിരോധിക്കലാ, ഇതിന്റെ വിരോധികളെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയണം. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് അത് നടത്തുന്നവരാണ്. സമസ്തയിൽ ലീഗിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആൾക്കാർ അത് നോക്കും. അങ്ങനെ യോജിച്ചുകൊണ്ട് തന്നെ പോകണം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് നേതൃപദങ്ങളിലൊന്നും ഉണ്ടാകാൻ പാടില്ല. വഹാബികൾ ലീഗിലുണ്ടായിക്കോട്ടെ, ഉണ്ടാവുന്ന നമ്മൾ എതിർത്തില്ല, പണ്ടുമില്ലേ, ആര് ബാപ്പി തങ്ങളുടെ കാലത്തില്ലേ, ബുക്കോയ തങ്ങളുടെ കാലത്തില്ലേ, എല്ലാവരുടെ കാലത്തും എതിർക്കില്ല. അത് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടന, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സംഘടനയാണ് എന്നതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ ഇന്നും ആഹ്വാനം ചെയ്യുന്നു മുസ്ലിം ലീഗ് വിട്ടാറും പോരുന്നതന്നെ. പക്ഷെ മുസ്ലിം ലീഗിന് സമസ്തയോടുള്ള ആ പെരുമാറ്റത്തിൽ മോശമുണ്ടാകുന്ന സ്വഭാവം ഉണ്ടാവരുത് നമ്മൾ പറയണല്ലോ. മുസ്ലിം ലീഗുകാർ ഇങ്ങോട്ടും പറഞ്ഞോട്ടെ, സമസ്തക്കാർ മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കണം എന്ന് തന്നെ പറയണം അവരും. പക്ഷെ അതിന് മുസ്ലിം ലീഗിന് വിരുദ്ധമായത് സമസ്തയിലുണ്ടാവാൻ പാടില്ല. ഇതിലിപ്പോൾ നമ്മൾ പറയുന്നുള്ളൂ, ഇതിനെതിരായിട്ട് ആരും പറയുന്നില്ല, ചെയ്യുന്നില്ല. പക്ഷെ മാറ്റേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറ്റണം. ഇത് പറയണം. രണ്ടിനും യോജിക്കാതെ അല്ല, അപകടമുണ്ടാക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് എറിയണം. അത് സമസ്തയിലാണെങ്കിലും എറിയണം, ലീഗിലാണെങ്കിലും എറിയണം. എന്നാൽ രണ്ടും യോജിച്ച് പോകാൻ കഴിയില്ല, യോജിക്കൂല. മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പണ്ട് നാട്ടിക മുസ്ലിം പറയലുണ്ട്, ഓണത്തിൻ്റെ ഉള്ളിൽ ആരോടിഞ്ഞ് മാതിരിക്കുന്നു, ഒരു വെറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇതേ വിഷയമുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇന്ന് സമസ്ത മുസാവറയിൽ ഈ കാര്യങ്ങൾ 3 തീരുമാനിച്ചു, കാര്യമായ 3-4 കാര്യങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ പത്രസമ്മേളനവും മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പ്രസിഡന്റ് റഈസുൽ മുഹക്കിൽ സയ്യിദുൽ ഉലമ അത് വളരെ വിശദമായിട്ട് പറഞ്ഞതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു, എല്ലാം പറഞ്ഞു. പിന്നെ സമയം വൈകിയത് കൊണ്ടും വീണ്ടും കുറേ അജണ്ട ബാക്കിയുള്ളത് കൊണ്ടും അടുത്ത ദിവസം ഒരാഴ്ചക്കകോ അല്ലെ 10 ദിവസത്തിനകോ നമ്മളെന്താക്കും, വീണ്ടും കൂടി ബാക്കിയുള്ളത് പരിഹരിക്കും എന്ന് പറഞ്ഞ് സലാത്തിൽ പിരിഞ്ഞതാ. അതൊക്കെ കഴിഞ്ഞു പോയി അസർ കേൾക്കാൻ കയ്യെത്തിയപ്പോൾ ഇത് കാണുന്നു. പള്ളി ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ കാണിച്ചിരുന്ന ഇതാണ്. ഏത് അവിടെ കശപിച്ചുണ്ടാകും. എന്താ പൊട്ടി എന്താ പറഞ്ഞാല് പൊട്ടിത്തരി എന്നാണ്. പൊട്ടിത്തെറി അവിടെ പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ച മാതിരി ഉണ്ട് പറഞ്ഞിട്ടാല്. എന്താ ഒന്നും ഉണ്ടായില്ല. അത് പറയേണ്ട ആളത് പറഞ്ഞല്ലോ, സമാധാനത്തോടെ കഴിഞ്ഞു. പിന്നെ കുഴപ്പമുണ്ടാക്കുക. എന്താ പയ്യന് അത് ഈ വാപ്പക്കുട്ടികളുടെ കുഴപ്പമായിരിക്കും. അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കുട്ടികൾ, കുറെ വഹാബികളും അതിന് കൂടിക്കൊടുത്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക. അപ്പം മീഡിയ വണ്ണാണ് അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയ വണ്ണ് ആരാണത്? മീഡിയ വണ്ണ് എന്ന് പറഞ്ഞാല് മീഡിയ വണ്ണിനെ കൊണ്ടടക്കുന്നുണ്ട് ഇപ്പം. സ്ലീപ്പിംഗ് സെല്ലെന്ന് പറയുന്ന ആൾക്കാർ മീഡിയ വണ്ണിനെ കൊണ്ടടക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമല്ലേ? അവര് ലീഗിനെ നശിപ്പിക്കല്ലോ. അവര് വഞ്ചത പോലെ ഉള്ളിൽ കൂടെയാണ് കയറി നശിപ്പിക്കുക, അറിയൂല. അതുകൊണ്ട് അവരെ ചങ്ങായിത്വം ലീഗിന് അപകടമാണ്.